ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സ്കന്ദഷഷ്ഠിയല്ലേ, അപ്പോൾ ഇന്ന് വിളക്ക് വെക്കാമെന്ന് കരുതിയേ. അപ്പം ഈ വിളക്ക് വെക്കുന്നതിന് പിന്നിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യക്ക് വേണ്ടിയിട്ട് നേർച്ച ഉണ്ടായിരുന്നേ പളനി പോകാനായിട്ട്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കാവടിയൊക്കെ എടുത്തിട്ട് ട്രെയിൻ ടിക്കറ്റും ബുക്കായി. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റാണ്ടായി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അണ്ണന് ഡെങ്കു ഫീവറൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടിയൊക്കെ വന്നേ. അപ്പം പിന്നീട് ഞങ്ങൾക്ക് തിരിച്ച് വരാനുള്ള ഡേറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പം അങ്ങനെ പോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് കാണുന്ന സമയത്ത് ഇങ്ങനെ മുരുക ഭഗവാന് ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെ വിളക്ക് വെക്കുന്ന ഇങ്ങനെ വീഡിയോസ് കണ്ടു. അപ്പം അങ്ങനെ ഞാനതങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേയൊക്കെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങിപ്പോയി. പിന്നെ അങ്ങനെ തീരെ ഇല്ലാണ്ടായി. അങ്ങനെ ഇപ്പോൾ സ്കന്ദഷഷ്ഠി ആയപ്പോൾ അത് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം നാളെ ചൊവ്വാഴ്ചയാണ്, പറ്റുവാണെങ്കിൽ നാളെയും കത്തിക്കണം. പിന്നെ ഇതിൻ്റെ വിളക്ക് വെക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താലത്തിൽ 6 വെറ്റില എടുത്തിട്ട് നമ്മൾ സിന്ദൂരം മഞ്ഞളും കൂടെ പൊട്ട് വെച്ചിട്ട് ഈ വെറ്റിലയുടെ തണ്ട് മുറിച്ച് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്ന തീയക്കകത്ത് ഇടണം. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നെയ്യോ എണ്ണയോ ഉപയോഗിച്ചിട്ട് വിളക്ക് കത്തിക്കും. അങ്ങനെ ലാസ്റ്റ് വിളക്ക് കത്തി തീരാറാകുമ്പോഴേക്കും ഈ വെറ്റിലയുടെ തണ്ടിൻ്റെ ആ മണമില്ല, അപ്പോൾ ആ മണം പുറത്തേക്ക് വരണം. അപ്പോൾ അതാണ് അതിൻ്റെ പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വലിയ സ്റ്റോറി. അപ്പോൾ ഇതുവരെയും പിന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.